ഏഴാം ക്ലാസ്സിലെ ഏഴാമത്തെ അധ്യായം നോക്കാം. ഭക്ഷ്യോൽപാദനം മുതൽ ഭക്ഷ്യസുരക്ഷ വരെ. കൃഷിയുടെ ഉത്ഭവം. അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന മനുഷ്യർ ഏതാണ്ട് 7000 BCയിലാണ് കൃഷി ചെയ്യാൻ ആരംഭിച്ചത്. മെസപ്പൊട്ടേമിയ, തുർക്കി, ഈജിപ്ത്, പടിഞ്ഞാറൻ ഏഷ്യ, യൂറോപ്പ് എന്നിവിടങ്ങളിലൊക്കെ വിവിധ കാലങ്ങളിൽ മനുഷ്യർ കൃഷി ചെയ്യാൻ ആരംഭിച്ചു. ഏതാണ്ട് 3000 BCയിൽ സിന്ധു നദീതട നാഗരികതയോട് ചേർന്നാണ് ഇന്ത്യൻ കാർഷിക സംസ്കാരം വളർന്നു വന്നത്. ഈ നദീതീരത്തെ ഇരട്ട നഗരങ്ങളായ മോഹൻജദാരോയിലും ഹാരപ്പയിലും ആണ് ഗോതമ്പ്, ബാർലി തുടങ്ങിയ ധാന്യങ്ങൾ കൃഷി ചെയ്തിരുന്നത്. ദക്ഷിണേന്ത്യയിൽ പിന്നെയും വളരെ കാലം കഴിഞ്ഞാണ് കൃഷി ആരംഭിച്ചത്. ഉപജീവന കൃഷി. കർഷകർ തങ്ങളുടെ കുടുംബത്തിൻ്റെ ഉപജീവനത്തിനാവശ്യമായ ഉൽപ്പന്നങ്ങൾ മാത്രം ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുന്ന രീതിയാണ് ഇത്. ലാഭം നേടുക എന്നത് ഈ കൃഷിരീതിയുടെ പ്രാഥമിക ലക്ഷ്യമല്ല. എന്നാൽ ചില അവസരങ്ങളിൽ മിച്ചം വരുന്ന കാർഷികോൽപ്പന്നങ്ങൾ മറ്റ് ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വിൽക്കുകയും ചെയ്യുന്നു. പരമ്പരാഗത കാർഷിക ഉപകരണങ്ങളാണ് ഈ കൃഷിരീതിയിൽ കൂടുതലായി ഉപയോഗിക്കുന്നത്. സമ്മിശ്ര കൃഷി. ഒരു നിശ്ചിത കൃഷിയിടത്തിൽ ഒരേ സമയം ഒന്നിലധികം വിളകൾ കൃഷി ചെയ്യുന്നതാണ് സമ്മിശ്ര കൃഷി. ഇതിനൊപ്പം കന്നുകാലി വളർത്തൽ, കോഴി വളർത്തൽ, മീൻ വളർത്തൽ തുടങ്ങിയവയും സംയോജിപ്പിച്ച് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ കൃഷി ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഗുണങ്ങളാണ്: കന്നുകാലികൾക്കുള്ള തീറ്റ കൃഷിയിൽ നിന്ന് ലഭിക്കുന്നു. കൃഷികൾക്കാവശ്യമായ വളം കന്നുകാലികളിൽ നിന്നും തിരിച്ചും ലഭിക്കുന്നു. ചിലവ് താരതമ്യേന കുറവായിരിക്കും. അടുത്ത തോട്ടവിള കൃഷി. പരമ്പരാഗത രീതിയിൽ നെല്ലും മറ്റു ഭക്ഷ്യവിളകളും മാത്രം കൃഷി ചെയ്തിരുന്ന കർഷകർ ബ്രിട്ടീഷുകാരുടെ വരവോടെ വിശാലമായ പ്രദേശത്ത് വൻതോതിൽ തോട്ടവിളകളായ തേയില, കാപ്പി, ഗ്രാമ്പു, ഏലം, കുരുമുളക് തുടങ്ങിയവ കൃഷി ചെയ്യാൻ ആരംഭിച്ചു. വ്യവസായ വിപ്ലവത്തിൻ്റെ ഈറ്റില്ലമായിരുന്ന ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉയർന്ന അളവിൽ കാർഷിക അസംസ്കൃത വസ്തുക്കൾ ആവശ്യമായിരുന്നു. ഇതിനായി 19ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടുകൂടി കോളനി രാജ്യങ്ങളിൽ അവർ തോട്ടവിളകൾ പ്രോത്സാഹിപ്പിച്ചു. ദീർഘകാല വരുമാനവും താരതമ്യേന കുറഞ്ഞ ഉൽപ്പാദന ചെലവും ഈ കൃഷിരീതിയുടെ പ്രത്യേകതകളാണ്. വാണിജ്യവിള കൃഷി. കാർഷികോൽപ്പന്നങ്ങൾ വാണിജ്യാടിസ്ഥാനത്തിൽ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ് വാണിജ്യവിള കൃഷി. വ്യവസായശാലകളിൽ ഉപയോഗിക്കുന്ന കാർഷിക അസംസ്കൃത വസ്തുക്കൾ പ്രദാനം ചെയ്യുന്നതിൽ വാണിജ്യവിള കൃഷിയുടെ പങ്ക് വളരെ വലുതാണ്. ഉയർന്ന മൂലധന നിക്ഷേപവും ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും ആവശ്യമായി വരുന്ന ഒരു കൃഷി കൂടിയാണിത്. റബ്ബർ, കരിമ്പ്, പരുത്തി, ചണം തുടങ്ങിയവ വാണിജ്യ വിളകളാണ്. അപ്പോൾ വാണിജ്യ വിളകൾക്ക് ഉദാഹരണമാണ് റബ്ബർ, കരിമ്പ്, പരുത്തി, ചണം. കാർഷിക വിളകളെ ഭക്ഷ്യവിളകൾ, നാണ്യവിളകൾ എന്നിങ്ങനെ രണ്ടായി തിരിച്ചിരിക്കുന്നു. ഭക്ഷ്യവസ്തുക്കളായി ഉപയോഗിക്കാൻ കഴിയുന്ന വിളകളാണ് ഭക്ഷ്യവിളകൾ. എന്നാൽ വാണിജ്യ വ്യാവസായിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന വിളകളാണ് നാണ്യവിളകൾ. വിള സംസ്ഥാനങ്ങൾ. ഗോതമ്പ് പ്രധാനമായി ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തർപ്രദേശ്, പഞ്ചാബ്, മധ്യപ്രദേശ്, ഹരിയാന. പരുത്തി മഹാരാഷ്ട്ര, ഗുജറാത്ത്, തെലുങ്കാന, രാജസ്ഥാൻ. നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളാണ് പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ബീഹാർ. ഒന്നുകൂടെ പറയാം. ഗോതമ്പ് ഉത്തർപ്രദേശ്, പഞ്ചാബ്, മധ്യപ്രദേശ്, ഹരിയാന. പരുത്തി മഹാരാഷ്ട്ര, ഗുജറാത്ത്, തെലുങ്കാന, രാജസ്ഥാൻ. നെല്ല് പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ബീഹാർ. ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ അലോഹ സംയുക്തങ്ങളാണ് ധാതുക്കൾ. ഒന്നുകൂടെ പറയാം. ധാതുക്കൾ എന്നാൽ ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ അലോഹ സംയുക്തങ്ങളാണ് ധാതുക്കൾ. ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, കലാമിൻ, ബോക്സൈറ്റ്, സിന്നബാർ എന്നിവ ലോഹധാതുക്കളാണ്. ഇവയിൽ പലതും ലോഹങ്ങളുടെ വ്യാവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. മൈക്ക, വജ്രം, സിലിക്ക തുടങ്ങിയവ അലോഹധാതുക്കളും
കൽക്കരി, പെട്രോളിയം എന്നിവ ഇന്ധന ധാതുക്കളുമാണ്. മൈക്ക, വജ്രം, സിലിക്ക തുടങ്ങിയവ അലോഹ ധാതുക്കളും കൽക്കരി, പെട്രോളിയം എന്നിവ ഇന്ധന ധാതുക്കളുമാണ്. രാജ്യത്തെ പ്രധാനപ്പെട്ട ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ ഇരുമ്പുരുക്ക് വ്യവസായം, ചെമ്പ് വ്യവസായം, അലുമിനിയം വ്യവസായം. ഹരിത വിപ്ലവം. സ്വാതന്ത്ര്യത്തിനു മുമ്പുള്ള ബ്രിട്ടീഷുകാരുടെ ഭൂനികുതി സമ്പ്രദായം കർഷകർക്ക് കടബാധ്യതയും ഭക്ഷ്യവിളകളോടുള്ള ബ്രിട്ടീഷുകാരുടെ അവഗണന ഭക്ഷ്യക്ഷാമവും സൃഷ്ടിച്ചു. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷമുള്ള കാർഷിക മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതിയും കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യകളുടെ ഉപയോഗവും കാർഷിക ഉൽപാദനക്ഷമത കുറയുന്നതിന് കാരണമായി. സ്വാതന്ത്ര്യലബ്ധിയുടെ സമയത്ത് നമ്മുടെ രാജ്യത്തെ കാർഷിക രംഗം വിവിധങ്ങളായ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിരുന്നു. ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി സ്വതന്ത്ര ഇന്ത്യയുടെ ഭൂപരിഷ്കരണം, ഹരിത വിപ്ലവം എന്നീ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. ഭൂപരിഷ്കരണത്തിൻ്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് അയാളുടെ ഉടമസ്ഥതയിൽ വയ്ക്കാവുന്ന ഭൂമിക്ക് പരിധി നിശ്ചയിച്ചു. ആ പരിധിക്ക് മുകളിലുള്ള ഭൂമിയെ മിച്ചഭൂമിയായി കണക്കാക്കി ഗവൺമെൻറ് ഏറ്റെടുത്തു. ഭൂരഹിതരായ കർഷകർക്കും കുടിയാന്മാർക്കും വിതരണം ചെയ്തു. തൽഫലമായി കാർഷിക ഉൽപാദനം വർദ്ധിച്ചു. ഇന്ത്യക്ക് മാതൃകയായി ഭൂപരിഷ്കരണ നിയമം ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ടതാണ് ഭൂപരിഷ്കരണ നിയമം ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളം. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, കീടനാശിനികൾ, പുത്തൻ സാങ്കേതിക വിദ്യകൾ, കുറഞ്ഞ നിരക്കിൽ വായ്പ, ശാസ്ത്രീയ ജലസേചനം എന്നിവ ഉപയോഗിച്ച് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം വൻതോതിൽ വർദ്ധിപ്പിച്ച പദ്ധതിയാണ് ഹരിത വിപ്ലവം. ഭക്ഷ്യധാന്യങ്ങളിൽ പ്രധാനം ആദ്യ നേട്ടം കാണാനായത് ഗോതമ്പ് ഉൽപാദനത്തിലാണ്. അതിനാൽ ഇതിനെ ഗോതമ്പ് വിപ്ലവം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അപ്പോൾ ഹരിത വിപ്ലവത്തെ ഗോതമ്പ് വിപ്ലവം എന്ന് വിളിക്കാൻ കാരണം ഭക്ഷ്യധാന്യങ്ങളിൽ ഗോതമ്പിന് ഉൽപാദനത്തിൽ കൂടുതൽ നേട്ടം കൈവരിക്കാനായതുകൊണ്ടാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ 1925 ഓഗസ്റ്റ് 7 തമിഴ്നാട്ടിലെ കുംഭകോണത്തിൽ ജനിച്ചത്. ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ ജനിച്ച വർഷം 1925 ഓഗസ്റ്റ് 7. അദ്ദേഹത്തിൻ്റെ സ്ഥലം തമിഴ്നാട്ടിലെ കുംഭകോണത്താണ്. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിൻ്റെ ആദ്യ ഡയറക്ടറായി പ്രവർത്തിച്ചു. രാജ്യത്തെ 70% ജനങ്ങളും കാർഷിക വൃത്തിയിൽ ഏർപ്പെടുമ്പോഴും രാജ്യം ഭക്ഷ്യധാന്യങ്ങൾ ഇറക്കുമതി ചെയ്യുകയായിരുന്നു. അതിന് പരിഹാരം കാണുന്നതിനായി നോർമൻ ഇ. ബോർലോഗുമായി സഹകരിച്ച് ഇന്ത്യൻ കാർഷിക മേഖലയിൽ ഹരിത വിപ്ലവ പരീക്ഷണം നടത്തി. തൽഫലമായി ഉൽപാദനം മുൻ വിളവെടുപ്പിനേക്കാൾ 5 ദശലക്ഷം ടൺ വർദ്ധിച്ചു. ഇതിനെ തുടർന്ന് ഇന്ത്യ ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുകയും ചെയ്തു. ഈ നേട്ടങ്ങൾക്ക് നേതൃത്വപരമായി പങ്കുവഹിച്ച ആദ്യത്തെ രാജ്യം പത്മശ്രീ, പത്മഭൂഷൺ, ഭാരതരത്ന എന്നീ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. 2023 സെപ്റ്റംബർ 28 അദ്ദേഹം ചെന്നൈയിൽ അന്തരിച്ചു. ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങൾ: ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദന വർധനവ്, ഭക്ഷ്യ സ്വയപര്യാപ്തത ഉറപ്പാക്കി, ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു, ഭക്ഷ്യധാന്യങ്ങളുടെ കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പും കുറഞ്ഞു. പരിമിതികൾ: ജലം അമിതമായി ഉപയോഗിച്ചത് വഴി ഭൂഗർഭജലത്തിൻ്റെ അളവ് ഗണ്യമായി കുറഞ്ഞു. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിത ഉപയോഗം മണ്ണിൻ്റെ സ്വാഭാവിക ഫലഭൂയിഷ്ഠത കുറച്ചു. എന്നിവയൊക്കെ ഇതിൻ്റെ പരിമിതികളായിരുന്നു, ഹരിത വിപ്ലവത്തിൻ്റെ പരിമിതികളായിരുന്നു. ലോകമെമ്പാടുമുള്ള അനേകായിരങ്ങളെ പട്ടിണിയിൽ നിന്നും രക്ഷിച്ച ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ് നോർമൻ ഏണസ്റ്റ് ബോർലോഗ്. അപ്പോൾ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നോർമൻ ഏണസ്റ്റ് ബോർലോഗ്. 1914 മാർച്ച് 25 അമേരിക്കയിൽ ജനിച്ച ഇദ്ദേഹം പട്ടിണിയിൽ നിന്നുള്ള മോചനമാണ് സമാധാനത്തിലേക്കുള്ള ആദ്യ പടിയെന്ന് വിശ്വസിച്ചു. 1970 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിച്ചു. നോർമൻ ബോർലോഗിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് 1970.
കണക്കിലെ മാന്ത്രികൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭാരതീയനാണ് ഗണിതശാസ്ത്രജ്ഞൻ ശ്രീനിവാസ രാമാനുജൻ. മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളായ ആഹാരം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവ ആവശ്യാനുസരണം ലഭിക്കാത്ത അവസ്ഥയാണ് ദാരിദ്ര്യം. ദാരിദ്ര്യമെന്നാൽ മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളായ ആഹാരം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവ ആവശ്യാനുസരണം ലഭിക്കാത്ത അവസ്ഥയാണ് ദാരിദ്ര്യം. ദാരിദ്ര്യ രേഖ എന്താണെന്ന് നോക്കാം. ഒരു രാജ്യത്തെ ജനങ്ങളെ ദരിദ്രരെന്നും അല്ലാത്തവരെന്നും വിഭജിക്കുന്ന സാങ്കല്പിക രേഖയാണ് ദാരിദ്ര്യ രേഖ. ഒരു രാജ്യത്തെ ജനങ്ങളെ ദരിദ്രരെന്നും അല്ലാത്തവരെന്നും വിഭജിക്കുന്ന സാങ്കല്പിക രേഖയാണ് ദാരിദ്ര്യ രേഖ. ബഹുമുഖ ദാരിദ്ര്യ സൂചിക, മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്. ആഗോളതലത്തിൽ ദാരിദ്ര്യം കണക്കാക്കുന്നതിനായി വികസിപ്പിച്ചെടുത്ത ഒരു പുതിയ രീതിയാണ് ബഹുമുഖ ദാരിദ്ര്യ സൂചിക. ഒന്നുകൂടെ നോക്കാം. ആഗോളതലത്തിൽ ദാരിദ്ര്യം കണക്കാക്കുന്നതിനായി വികസിപ്പിച്ചെടുത്ത ഒരു പുതിയ രീതിയാണ് ബഹുമുഖ ദാരിദ്ര്യ സൂചിക അല്ലെങ്കിൽ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്. ഓക്സ്ഫോർഡ് പോവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇനിഷ്യേറ്റീവും UN ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമും സംയുക്തമായി തയ്യാറാക്കിയതാണ് ഇത്. ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറാൻ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ദാരിദ്ര്യത്തെ ഇല്ലാതാക്കുന്നതിന് നിരവധി ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ നടപ്പിലാക്കി വരുന്നത്. ഈ പദ്ധതികളെ 3 വിഭാഗങ്ങളായി തരംതിരിക്കാം. ഒന്ന്, സ്വയം തൊഴിൽ വേതന തൊഴിൽ പദ്ധതികൾ. പദ്ധതിയുടെ പേരുകളാണ്. ആദ്യം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ: താഴ്ന്ന വരുമാനമുള്ള പ്രായപൂർത്തിയായ കുടുംബാംഗങ്ങൾക്ക് തൊഴിൽ അവസരങ്ങളും വരുമാനവും ലഭിക്കുന്നു. രണ്ടാമത്തെ പ്രധാൻ മന്ത്രി റോസ്ഗാർ യോജന. അതിൻ്റെ പ്രധാന ലക്ഷ്യം ഇത് തന്നെയാണ്. താഴ്ന്ന വരുമാനമുള്ള പ്രായപൂർത്തിയായ കുടുംബാംഗങ്ങൾക്ക് തൊഴിൽ അവസരങ്ങളും വരുമാനവും ലഭ്യമാക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമന്ത്രി റോസ്ഗാർ യോജനയുടെ ലക്ഷ്യങ്ങൾ. ജീവനം പദ്ധതി സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾക്കിരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് ഉപജീവന മാർഗം കണ്ടെത്തുന്നതിന്. ഒന്നുകൂടെ നോക്കാം. ജീവനം പദ്ധതി സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾക്കിരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് ഉപജീവന മാർഗം കണ്ടെത്തുന്നതിന്. അടുത്ത അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി. നഗരപ്രദേശങ്ങളിൽ വസിക്കുന്ന അവിദഗ്ധ കായിക തൊഴിൽ ചെയ്യാൻ സന്നദ്ധതയുള്ള ഓരോ കുടുംബത്തിലെയും പ്രായപൂർത്തിയായ അംഗങ്ങൾക്ക് തൊഴിൽ നൽകുന്നു. അടുത്ത ഭക്ഷ്യസുരക്ഷാ പദ്ധതികൾ. പൊതുവിതരണ സംവിധാനം ജനങ്ങളുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നു. പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ 1 മുതൽ 8 വരെ ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണം പദ്ധതി. സുഭിക്ഷ കേരളം പദ്ധതി കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതി. മൂന്നാമത്തെ പദ്ധതിയാണ് സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ. അതിലൊന്നാണ് ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി. നിരാലംബരായ മുതിർന്ന പൗരന്മാർക്ക് പെൻഷനും ഇൻഷുറൻസും പരിരക്ഷയും നൽകുന്നു. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയും പ്രധാന ലക്ഷ്യം ഇത് തന്നെയാണ്. നിരാലംബരായ മുതിർന്ന പൗരന്മാർക്ക് പെൻഷനും ഇൻഷുറൻസും പരിരക്ഷയും നൽകുന്നു. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നതിനുള്ള പദ്ധതി. ഇമ്പോർട്ടൻ്റ് ആണ്. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നതിനുള്ള പദ്ധതിയാണ് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. കുടുംബശ്രീയും ദാരിദ്ര്യ നിർമ്മാർജ്ജനവും. ദാരിദ്ര്യ ലഘൂകരണവും സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ചയും ലക്ഷ്യമിട്ട് 1998 മെയ് 17 ആരംഭിച്ച പദ്ധതിയാണ് കുടുംബശ്രീ. അപ്പോൾ കുടുംബശ്രീ ആരംഭിച്ചത് 1998 മെയ് 17 സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭൂരിഭാഗം മേഖലകളിലും ഈ പ്രസ്ഥാനം വ്യാപിച്ചു കഴിഞ്ഞു. ഷീ സ്റ്റാർട്ട്സ്, ജനകീയ ഹോട്ടലുകൾ, കൊച്ചി മെട്രോ സർവീസ്, കേരളത്തിലെ ആദ്യ വാട്ടർ മെട്രോ സർവീസ് എന്നിവയിലും കുടുംബശ്രീ അംഗങ്ങൾ തൊഴിലെടുക്കുന്നു. രാജ്യത്തെ ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളും കുടുംബശ്രീ മാതൃക ഏറ്റെടുത്തിട്ടുണ്ട്.